നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ് കേത്തൽസ് ചിക്കൻ ഫ്രൈ. സാധാരണ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ ഇളം കോഴിയിറച്ചിയാണ് എടുക്കുന്നത്. നമ്മുടെ ഇവിടെ കുറച്ചും കൂടെ വലിയ കോഴി, നാടൻ കോഴിയാണ് എടുത്തിരിക്കുന്നത്. എന്നാലും ഇത് ഫ്രൈ ചെയ്തപ്പോൾ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടി. ഞാനിവിടെ 1.5 കിലോയോളം കോഴിയിറച്ചി എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണമൊക്കെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബ്രോയിലർ ചിക്കൻ ആയാലും ഇങ്ങനെ ഫ്രൈ ചെയ്യാട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ 10-15 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി 3 കട്ട് ചെയ്തിട്ടുണ്ട്. 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയും എരിവുള്ള ഉണക്കമുളകും ഞെട്ടോടു കൂടി 12 എണ്ണം വീതം എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പിന്നെ മല്ലിയും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഞാൻ മല്ലി പിന്നെയാണ് ഇട്ടത്, പക്ഷേ ഇതിൻ്റെ ഒരുമിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ചതഞ്ഞ് കിട്ടും. മുളകിൻ്റെ ഒപ്പം നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നില്ലായിരുന്നു. പിന്നെ ഈ ഉണക്കമുളക് ഞെട്ടോടുകൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് എരിവധികം വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളകിൻ്റെ അളവ് കുറച്ചിട്ട് എരിവുള്ള മുളക് കുറച്ചും കൂടെ കൂടുതലെടുക്കാം. ഇനി എരിവൊട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് കുറച്ചെടുത്തിട്ട് കാശ്മീരി മുളക് കുറച്ച് കൂടുതലെടുക്കണം കേട്ടോ. അത് ഞാൻ രണ്ടും 12 വെച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും മുളക് നന്നായിട്ട് വേണം. ഇടിമുളകാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചതച്ച മുളകിലേക്ക് അല്ലെങ്കിൽ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി അതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർക്കാം. നാരങ്ങ ചേർക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പില കുറച്ച് അധികം ചേർത്താൽ നല്ലതാണ്. ഒരു പിടി കറിവേപ്പില ചേർത്താൽ അത്രയും നല്ലതാണ്. വലിയ വേപ്പിലയാണെങ്കിൽ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇറച്ചിയിലൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. ഇതിനകത്തേക്ക് മല്ലി നമ്മൾ വറുക്കാതെയാണല്ലോ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് പച്ചമല്ലി നന്നായിട്ട് ചതച്ച് വേണം ഇതിനകത്ത് ചേർക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ചതഞ്ഞില്ലെങ്കിൽ മല്ലി കടിക്കുമ്പോൾ ഒരു പച്ചക്കുത്തുണ്ടാകും. മല്ലി നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇറച്ചിയോടൊപ്പം മൊരിഞ്ഞ് വന്നോളും, കുഴപ്പമില്ല. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഇറച്ചി. ഇപ്പം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഓരോ ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇറച്ചി വയ്ക്കണം. അല്ലെങ്കിൽ പുറത്താണെങ്കിൽ ഒരു 3 മണിക്കൂർ, 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇറച്ചി ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇടിമുളകൊക്കെ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നാരങ്ങ ചേർത്തക്കണ കാരണം അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരും. പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് മൊരിഞ്ഞു വരാനായിട്ട്. മസാലകൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇത് മൊരിഞ്ഞു വന്നപ്പോൾ കേത്തൽസ് ചിക്കൻ ഫ്രൈയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്നും വരുന്ന അതേ സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, അപ്പോൾ മനസ്സിലാകും. നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് ഇതെല്ലാം കോരിയെടുക്കാം. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇറച്ചിയുടെ മുകളിൽ കുറേ മൊരിഞ്ഞ പൊടികൾ ഇങ്ങനെ കിടക്കും. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് കോരിയെടുക്കുന്നില്ല. ആ ഉണക്കമുളകും അല്ലാത്ത മസാലയുടെയൊക്കെ പൊടികൾ അതിങ്ങനെ കോരിയെടുത്തിട്ട് ഈ ഇറച്ചിയുടെ മുകളിലേക്ക് ഇടണം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇറച്ചികൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ആ വെളിച്ചെണ്ണ കിടക്കുന്ന മസാലകൾ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കോരി മാറ്റണം. അപ്പോൾ മസാല കരിഞ്ഞും പോവില്ല. ആ മസാല നമുക്ക് ആവശ്യമുണ്ട്. എല്ലാ ഇറച്ചിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയും നെയ്ച്ചോറും നല്ല കോമ്പിനേഷനാണ്. ഞാനിവിടെ കുബൂസും മയണൈസുമാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.